ഇത്രയും കാലം മമ്മൂട്ടി എന്ന ആക്ടർ നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഏജ് പറഞ്ഞിട്ടാണ് പറ്റിച്ചത്. കാരണം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏജ് ഉള്ള ആൾക്ക് ഇതിലുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ അത് മൊത്തം എന്ത് ചെയ്യണം, ഡൂപ്പിനെ വെച്ച് ചെയ്യണം. ഹായ്, നമസ്കാരം. ആസൂസാണ്. ടർബോ മൂവി കണ്ടുവന്നു. അതായത് ഞാൻ ആദ്യമേ പറയാം, എൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ 150 രൂപ കൊടുത്ത് പോകുന്ന ഒരു സാധാരണക്കാരൻ്റെ റിവ്യൂ മാത്രമാണ്. അല്ലാതെ അതിനുള്ളിലേക്ക് ഇറങ്ങി ചെന്നൊന്നും നമുക്കറിയില്ല. എനിക്കത് പറയാനും അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഒരു സാധാരണക്കാരൻ്റെ റിവ്യൂ മാത്രമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഒക്കെ തന്നെ എന്താണ് സംഭവം എന്ന് പറയാം. ഞാനൊരു 150 രൂപ കൊടുത്ത് പടം കാണാൻ പോകുന്നത് എനിക്ക് എൻ്റർടൈൻ ആവാനാണ്. എനിക്ക് ആ ഒരു 2.5 മണിക്കൂർ AC ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സീക്വൻസ് കാണുമ്പോൾ ഒന്ന് എക്സൈറ്റഡ് ആവാനോ വേണ്ടിയാണ്. അങ്ങനെ വിചാരിക്കുന്നവർക്ക് ടർബോ മൂവിക്ക് ടിക്കറ്റ് എടുക്കാം. അല്ലാതെ കഥ പ്രതീക്ഷിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ള ആൾ ഒരിക്കലും ഈ മൂവിക്ക് പോകണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ 150 രൂപയ്ക്കുള്ള പൈസ വസൂലാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയും. ഈ ഫിലിമിൻ്റെ പോസിറ്റീവ് സൈഡ്സ് പറയാം. ഒബ്വിയസ്ലി മമ്മൂട്ടി എന്ന ആ ഒരാൾ ഏജ് വൈസ് നോക്കുമ്പോൾ ഈ പടം ചെയ്തിരിക്കുന്നത് എക്സ്ട്രീം ഗുഡാണ്. ഓരോ 4-5 ഫൈറ്റ് ഉണ്ട്. ഈ ഫൈറ്റിൽ 2 ഫൈറ്റ്, അതായത് പോലീസ് സ്റ്റേഷനിലുള്ളൊരു ഫൈറ്റും നമ്മുടെ ലാസ്റ്റ് ക്ലൈമാക്സിലുള്ള ഫൈറ്റും ഒരു രക്ഷയില്ല. ടു ഗുഡ്. അതിൽ ഒരു സംശയമില്ല. ബാക്കിയൊക്കെ ഒരു നോർമലായിട്ട് തോന്നി. പിന്നെ ഡയറക്ടർ വൈശാഖ് സാറ് അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ചില സീക്വൻസുകൾ, ചില സീനുകളിൽ അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന്, മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥ. അദ്ദേഹം അതിൻ്റെ ഒരു പ്രമേയം കൊണ്ടുവന്നത് രസമുണ്ട്. പക്ഷേങ്കിൽ ഒരു ചെറിയൊരു ബാങ്കിങ് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. ആ ബാങ്കിങ് ഇഷ്യൂ ഒന്നും കൂടിയും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിൽ കുറച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആകുമായിരുന്നു. അദ്ദേഹം പിന്നെ നമ്മളെ സാധാ നാട്ടിൻപുറത്ത് നിന്ന് വേറെ നാട്ടിലേക്ക് ഒരാളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിന് മുന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതേ എനിക്ക് മനസ്സിലാവും. നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും ഇത് അങ്ങനെ പെടാൻ പോവാണ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകണോ, അങ്ങനെ കാരണം അദ്ദേഹത്തെ മമ്മൂട്ടി എന്ന ക്യാരക്ടറിനെ വേറെ സ്ഥലത്തേക്ക് എത്തിക്കണം. അതിനു വേണ്ടി കളിക്കുന്നതൊക്കെ കുറച്ച് ലാഗുള്ള പഴയ കാലത്തെ തീമിലുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ക്ലൈമാക്സ് സീനിലെ മേക്കപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ നായികയുടെ മേക്കപ്പൊക്കെ കുറച്ച് ബോറായോ എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് സാധാരണക്കാരൻ പറയുന്ന പോലെ പറയണമാര് നിങ്ങൾ വിചാരിച്ചാൽ മതി. പക്ഷേങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫിലിം, ആവറേജ്. എക്സ്പെക്റ്റേഷനിൽ ഒരിക്കലും പോകരുത്, ഹൈ എക്സ്പെക്റ്റേഷൻ വെച്ച് ഒരിക്കലും പോകരുത്. പക്ഷേ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഒരു മൂവി കൂടിയാണ് നമ്മുടെ സ്വന്തം ടർബോ. ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായിട്ടും പോയി കാണണം. പിന്നെ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾ ഈ പടം മിസ് ചെയ്യരുത് കേട്ടോ. മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്നവർ ഈ പടം ഒരിക്കലും മിസ് ചെയ്യരുത്, തിയേറ്ററിൽ മിസ് ചെയ്യരുത്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം മാമനോടൊന്നും തോന്നല്ലേ. താങ്ക് യു.